ബംഗ്ലാദേശ് വീണ്ടും വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇപ്പോഴെന്താണ് ബംഗ്ലാദേശിലെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ താരിഫാണ്. ഇന്ത്യക്ക് 26% താരിഫ് ചുമത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് നരേന്ദ്രമോദി 52% താരിഫ് ട്രംപിനും ചുമത്തിയിട്ടുണ്ടായിരുന്നു, അതായത് അമേരിക്കയ്ക്കും ചുമത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് ചുമത്തിയിരിക്കുന്ന 36% താരിഫ് ബംഗ്ലാദേശിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഇതോടുകൂടി ബംഗ്ലാദേശിലെ ഗാർമെന്റ് ഇൻഡസ്ട്രി, അതായത് വസ്ത്ര വ്യാപാര വ്യവസായ മേഖല തവിടുപൊടിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതാണ് ഇന്ത്യയുടെ സമയം. ഇന്ത്യക്ക് ഈ സമയത്ത് ബംഗ്ലാദേശിനെ പിടിച്ചടക്കാനായി സാധിക്കും എന്നുള്ള നരേഷനുകൾ പല ഭാഗത്തുനിന്നും പല നിരീക്ഷകരും പുറത്തുവിടുന്നുണ്ട്. ബംഗ്ലാദേശ് തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു. ചൈനയിലാണ് ഇപ്പോൾ മുഹമ്മദ് യൂനിസ് ഉള്ളത്. ചൈനയിൽ മുഹമ്മദ് യൂനിസ് ചെന്ന് വലിയ രീതിയിലുള്ള സഹായങ്ങൾ അവിടെ ചൈനീസ് ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കൈ കൊണ്ട് സഹായം കൊടുക്കുകയും മറുകൈ കൊണ്ട് പിന്നിൽ കുത്തുന്ന നിലപാടുമാണ് ചൈന എല്ലാ രാജ്യങ്ങളോടും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അവിടെ ചെന്ന് മുഹമ്മദ് യൂനിസ് പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. അതായത് ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കര അതിർത്തി മാത്രമാണുള്ളത്, കടലില്ല അവരുടെ അതിർത്തിയിൽ. അതുകൊണ്ട് അവിടെ നിന്നും ഒരു ഓപ്പറേഷൻസും അവർക്ക് നടക്കില്ല. ഇന്ത്യൻ ഓഷ്യനിൽ ഇറങ്ങുന്ന സകല കപ്പലുകളും ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കുമെന്നാണ് ബംഗ്ലാദേശിലെ ഉപദേഷ്ടാവായിട്ടുള്ള യൂനിസ് പറഞ്ഞിരിക്കുന്നത് ചൈനയിൽ ചെന്ന്. എന്നാൽ ഇതിന് ഇന്ത്യ കൃത്യമായിട്ടുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം കൊടുത്തത്. അതുകൂടെ പറഞ്ഞ് നമുക്ക് പോകാം. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള യൂനിസ് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് ഇടനാഴിയെക്കുറിച്ച്, സിലിഗുരി കോറിഡോറിനെ കുറിച്ച് വിവാദമായിട്ടുള്ള പ്രസ്താവനയാണ് നടത്തിയതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അടുത്തിടെ ചൈന സന്ദർശിച്ചപ്പോഴാണ് ഇത് അവകാശപ്പെട്ടത്. കരയാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏക സംരക്ഷകൻ അത് ബംഗ്ലാദേശ് മാത്രമാണ്. അങ്ങനെ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് ശേഷം ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇയാൾക്ക്, അതായത് യൂനിസിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഇത്തരത്തിലാണ്: ബംഗാൾ ഉൾക്കടലിലെ മൾട്ടി സെക്ടർ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്സ് കോഓപ്പറേഷൻ ഇനിഷ്യേറ്റീവ് ബിംസ്റ്റെക് ബന്ധത്തിൽ ഇന്ത്യക്ക് അതിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നന്നായി അറിയാം എന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്. കൂടാതെ ബംഗാൾ ഉൾക്കടലിനാണ് ഏറ്റവും നീളം കൂടിയ തീരപ്രദേശം. ഏകദേശം 6500 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇത് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ തീരപ്രദേശമാണ് എന്ന് യൂനിസ് മറക്കരുതെന്നാണ് പറഞ്ഞത്. പോരാത്തതിന് തായ്ലൻഡിൽ നടന്ന 6ാമത് ബിസ്മിടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വിദേശകാര്യമന്ത്രി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇത് ബംഗ്ലാദേശിന്റെ പേരെടുത്തുകൊണ്ടാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ബംഗാൾ ഉൾക്കടലിൽ ഏകദേശം 6500 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശം നമുക്കുണ്ട്. റോഡുകൾ, റെയിൽവേകൾ, ജലപാതകൾ, ഗ്രിഡുകൾ, പൈപ്പ് ലൈനുകൾ എന്നിവയുടെ എണ്ണമറ്റ ശൃംഖലകളിലൂടെ നമ്മുടെ വടക്ക് കിഴക്കൻ മേഖല ബിംസ്റ്റെക്കിന്റെ കണക്ടിവിറ്റി ഹബ്ബായി വളർന്നു വരികയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഉച്ചകോടിയിൽ തന്നെ മറ്റ് രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബിംസ്റ്റെക്കിന്റെ ഹബ്ബായി വടക്ക് കിഴക്കൻ മേഖലയെ അവതരിപ്പിച്ച ജയശങ്കറിന്റെ ബുദ്ധി അത് അപാര ബുദ്ധിയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീരിൽ 370 അബ്രഗേഷൻ നടത്തിയപ്പോൾ വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ച ലോക രാജ്യങ്ങളെല്ലാം അദ്ദേഹം അവിടെ തന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഉച്ചകോടി നടത്തിയത് നമുക്ക് എല്ലാവർക്കും നേരിൽ കണ്ടതാണ്. ഇതോടുകൂടി അവരുടെ എല്ലാം അടഞ്ഞു പോകുന്ന സാഹചര്യവും കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് എന്ന് ഇന്ത്യ വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സാഹചര്യവുമായിരുന്നു അത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ ജയശങ്കർ അതേ മോഡലിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.